അവരെ കണ്ടപ്പോ പബ്ലിക് പ്ലേസിലാണോടാ നിന്റെ റൊമാൻറ്റിക് ഡ്രാമ? നിങ്ങൾ എന്റെ മോളുടെ കമ്പനികളുടെ IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അല്ലേ? അതെ സർ. ഒരു പൊതുസ്ഥലത്ത് ഇവനെ പോലുള്ളവരുടെ കൂടെ നിന്ന് ഇങ്ങനെ റൊമാൻസ് കളിക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? സർ, ഇത് ഞങ്ങളുടെ സ്ഥാപനങ്ങളെ കുറിച്ച് ചീത്ത പേരല്ലേ? അത് നിങ്ങളുടെ പേരിൽ നടപടി എടുക്കണോ വേണ്ടെന്ന് ഞാൻ എന്റെ മകളോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. സർ, ഇവൻ ആരാന്ന് ശരിക്കും അറിയോ കുട്ടിക്ക്? ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഓടാ വീട്ടില്, ബാക്കി ഞാൻ വീട്ടിൽ വെച്ച് തന്നോളാം. സൂര്യമംഗലം സ്ഥാപനങ്ങൾക്കും അതിലെ സ്റ്റാഫുകൾക്കും ഒരു മാന്യതയുണ്ട്. അത് നശിപ്പിക്കുന്ന ആരോടും ഞങ്ങൾ ക്ഷമിച്ചൊന്നും വരില്ല. വണ്ടി എടുക്കുക. പ്രത്യക്ഷമായും പരോക്ഷമായും ചേച്ചിയുടെ സപ്പോർട്ട് അവനുണ്ട്. അതുകൊണ്ട് തന്നെയാ അവൻ ഇങ്ങനെ വഷളാവുന്നത്. അതിൽ യാതൊരു സംശയം വേണ്ട. നീയും ഞാനും ഒക്കെ സമൂഹത്തിലിറങ്ങി നടക്കുന്നതല്ലേ, നമുക്കൊരു മാന്യതയില്ലേ? എന്റെ കാര്യം വിടുകേട്ട. എന്നെ പോലാണ് ഏട്ടൻ. ജനസമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവല്ലേ? അതിലുപരി സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയല്ലേ? ഏട്ടന്റെ മുഖത്തേക്കല്ലേ ഈ വൃത്തികെട്ടവൻ ചെളിവാരി എറിയുന്നേ? എറിയുന്നത് ചെളിയാണെന്ന് അവന് തോന്നിയിട്ട് വേണ്ടേ ശേഖരേട്ട? അവന് ചെളിയും ചെമ്പരത്തിയും മുല്ലപ്പൂവൊക്കെ ഒരുപോലെയാ. തെറ്റുകളെല്ലാം വലിയ ശരികളാണെന്ന് വിശ്വസിക്കുന്നവരോട് എന്തു പറയാനാ? അതും പബ്ലിക് റോഡിൽ നിന്ന്. ഇതൊക്കെ നാട്ടുകാർ കാണുകയല്ലേ? നമ്മളാരും സദാചാര പോലീസ് ചമഞ്ഞ് പറയുന്നൊന്നുമല്ല. എന്തിനും ഏതിനും ഒരു അന്തസ് വേണ്ടേ? ആ സാന്ദ്ര എന്ന പെണ്ണ് ഇവന്റെ വലയിൽ പോയി എങ്ങനെ പെട്ടുന്നാ ഞാൻ ആലോചിക്കുന്നത്. പെടുത്താനാണോ ദീപകിന് പ്രയാസം? അവൻ ആരാണെന്നറിയൂ. ഏട്ടനോട് ഇരിക്കുന്നു. അല്ലെങ്കിലും പറയേണ്ട വാക്കുകൾ അതുപോലെ പറഞ്ഞല്ലേ പറ്റൂ. ഇവൻ സ്വയം കാമദേവനായിട്ടാ കറങ്ങുന്നത്. മൊട്ടേന്നൊരു നാളുകൾ തുടങ്ങിയതാ. അവൻ കാമദേവനോ യമദേവനോ ആയിക്കോട്ടെ, അവൻ സമൂഹത്തിൽ അറിയപ്പെടുന്നത് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ അനന്തരവനെന്നല്ലേ? അത് പിന്നെ അങ്ങനല്ലേ അറിയപ്പെടൂ. അല്ലാതെ സ്വന്തമായൊരു ഐഡന്റിറ്റി ഒന്നും അവൻ ഉണ്ടാക്കിയെടുത്തിട്ടില്ലല്ലോ. ഇവൻ നമ്മളോടൊപ്പം താമസിക്കുന്നതാ വലിയ പ്രശ്നം. വല്ല വഴിക്ക് പോയിരുന്നെങ്കിൽ സ്വസ്ഥത ഉണ്ടാവുക. ചേച്ചിയോട് ഞാനിതൊക്കെ എങ്ങനെ പറയാ? ഏട്ടാ, എനിക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് ഡൗട്ട്? ഈ സാന്ദ്രയെ ഇവര് വളച്ച് കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഇല്ലേ? ഋതുമോളുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കാൻ ഒരു ശ്രമം. അത് യാമിനി പറഞ്ഞതിൽ വാസ്തവം ഉണ്ടാകുന്ന എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സാന്ദ്രയുമായുള്ള ഈ ഏർപ്പാട് ചേച്ചിയുടെ അറിവോട് കൂടി തന്നെയാണ്. നീ ചേച്ചിക്ക് വേണ്ടി ഇവനോട് ക്ഷമിക്കും പ്രതാപ. ഇനി ഇവന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു തെറ്റുണ്ടായ ഇവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ഇവിടെ ഒരു മൂലക്കിടും. കേറിപ്പോടാ അത്. പോകാൻ.
പ്രതാപ, അവന്റെ പോക്ക് ശരിയല്ല ചേച്ചി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി വിഷമിക്കണ്ട. പനി കുറവുണ്ട്. സന്തോഷം. എല്ലാ കാര്യത്തിലും എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമെന്ന്. മാഡത്തെ ഇങ്ങനെ ക്ഷീണിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. നാശം പിടിക്കാൻ ഓരോരോ പനി. വൈറലല്ലേ രാജു, പിന്നെന്തേം കഴിയും. എന്ത് വൈറലാണെങ്കിലും ഋതിക മാഡത്തെ ഉപദ്രവിക്കുന്നവനെ ഞാൻ വെറുതെ വിടില്ല. പനിയാണെങ്കിലും ഇന്ന് സന്തോഷപൂർവ്വം മാഡം കിടന്നുറങ്ങും. കാരണം ഞാനിന്ന് ഋതിക മാഡത്തോട് എന്റെ പ്രണയം തുറന്നു പറയുന്ന ദിവസം. എന്താ രാജു? ഏയ് ഒന്നുമില്ല. മാഡം കിടന്നോ.